പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മളിതിൽ പരിപ്പ് ഇടുന്നില്ല, അതുപോലെ തന്നെ പച്ചക്കറികളും വേണ്ട. ഇതിൻ്റെ പേര് തന്നെ ഇഡലി സാമ്പാർ എന്നാ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഡലി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് 2 വലിയ തക്കാളി, ഒരു സവോള. നമ്മളിതിലേക്ക് തക്കാളി എടുക്കുമ്പം നല്ല പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാനിലോ വെച്ച് വേവിച്ചെടുത്താൽ മതി. എന്താ ഇപ്പം ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് നമുക്കിതിനെ കിട്ടണം. നന്നായിട്ടിപ്പോൾ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ, അതേ അളവിൽ തന്നെ ചെറിയ ജീരകം, ഒരു 3-4 വറ്റൽ മുളക്, വെളുത്തുള്ളി ചതച്ചത്. നമ്മളിതിലേക്ക് വെളുത്തുള്ളി എടുക്കുമ്പം നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയോടുകൂടി തന്നെ വേണം ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി, ഇതിൻ്റെ ഒരു കളർ മാറി വന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിൽ തക്കാളിയുടെ ആ ഒരു പുളി അല്ലാതെ കുറച്ചും കൂടെയൊക്കെ പുളി വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ ഇഡലി മാവാട്ടോ ഇത് 1/2 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ഈ ഒരു സാമ്പാർ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഇഡലി മാവ് ചേർത്ത് കൊടുക്കുന്നത്. എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ, ഇത് ഒഴിവാക്കരുത്. ഇഡലി മാവ് ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഇനിയും ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. വെറും 5 മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കും സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ലഞ്ചിനൊക്കെ നമുക്കിത് കൊടുത്തുവിടാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഇഡലി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒരു 2 തക്കാളിയും 1 സവോളയും ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. എന്നും ഒരേപോലെയുള്ള കറി മാറ്റി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.